കുളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള നല്ല കഥകളിയുണ്ട്. നളചരിതം നിങ്ങൾ വരുന്നോ? അയ്യോ, കഥകളിയോ? എന്റെ അമ്മക്ക് ആയുസ് പാഴാക്കല്ലേ. ലക്ഷ്മി ടാക്കീസിന് ഉത്സവ പ്രോഗ്രാമാ. ഉഴത്തള്ളിത്ത ഇവിടെ രമ്പേടെ അതിന് പോക്കാ. ഏടാ കലാമണ്ഡലം ഗോപിയും കോട്ടക്കൽ ശിവരാമനും കൂടെ നളചരിതം ആടി തീർക്കുമ്പോഴാ അവന്റെ ഒരു ഉള്ളത്തെ അള്ളിത്ത. നിന്റെ രമ്പ മാറി നിൽക്കും ശിവരാമന്റെ സമയത്തിന് മുമ്പിൽ അല്ലേ രാഘവസ്വാമി? ഹരഹരോഹര, സംഗതി ശരിയാ. പക്ഷെ രമ്പയുടെ കാലിന്റെ അത്രയും വരുവോ ശിവരാമന്റെ കാലിൽ? എടോ കൊള്ള സ്വാമി, അതല്ലേക്കാ, രമ്പയുടെ ഒരു കാലെന്ന് പറഞ്ഞാൽ ഒരു 1.5 കാല് വരും. അതുകൊണ്ട് പറഞ്ഞതാ. വെറുതെ അല്ലടാ നിന്റെ ശരീരം എങ്ങനെ ആയിപ്പോയത്. വാ, ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലമ്പരിപ്പ് ഈ കലത്തില് വേകൂല, ഈ കലത്തില് വേകൂല. നഴിലിരുന്നഴി കൊള്ളൂല, ചക്കവലിപ്പൻ ചുളക്കില്ല. നഴിലിരുന്നഴി കൊള്ളില്ല, ചക്കവലിപ്പൻ ചുളക്കില്ല. ചക്കച്ചുളമുണ്ട ചുക്കവോ കൊച്ചേട്ട ഞാൻ അതിനൊരു മാങ്ങ കൂടി താഴെ വീണു. അവന്മാർ അറിഞ്ഞിട്ടില്ല. അവന്മാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണ്ട. വായുകുളി മേടിക്കാൻ പോണ പോലെയല്ലേ പോക്ക്. മാങ്ങയെങ്കിൽ മാങ്ങ. വാ. ആഹാ, സേലം മാങ്ങയാണല്ലേ, പച്ചയാ. ഒരു തോക്ക് നോക്കട്ടെ. അല്ല, AK-47. ആ വണ്ടി വിടരുത്. അതിന്റെ ബ്രേക്ക് നമ്മുടെ ഇല്ലല്ലോ. അയ്യോ, വണ്ടി പോയി. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഹലോ, വണ്ടി തിരിക്കാൻ ലോറി പിടിക്കണം. ആ ലോറി പിടിക്കാൻ ഈ ഓട്ടോറിക്ഷ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞാലോ? എന്നാ കേറ്. അപ്പൊ ഞാനും വാങ്ങിയോ? നീ സൈക്കിളോട്ട് നേരെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടി വിടും. AK-47 ഉള്ളത് പറഞ്ഞാൽ ഞാനിത് നേരെ ചൊവ്വേ കാണുന്നത് നല്ലപ്പോഴാ. അന്നേരമല്ലേ ഓരോ അവന്മാര് ചക്കയ്ക്കകത്തും മാങ്ങയ്ക്കകത്തും വെച്ച് ഒലത്തുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇതിനകത്തെന്തോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്റെ അറിവിൽ മിലിറ്ററി കഴിഞ്ഞാൽ ഈ റൈഫിൾ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ISI പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ആ വഴിക്ക് ഒരു അന്വേഷണം നന്നായിരിക്കും. ആ വഴിക്ക് ചിന്തിച്ചാൽ സംഗതി കുലുമാല. വരട്ടെ, നമ്മളൊക്കെ ഇവിടെ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നതേ ശരിക്കാനല്ലല്ലോ. ആ വയ്ക്കോ സർ. ആ അബൂബക്കറെ, ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. പിന്നെ അബൂബക്കറിന്റെ വീട് എവിടെയാ ശരിക്കും? തളിയൂര് ക്ഷേത്രത്തിനടുത്താ. ആഹാ, ആ എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ വല്ല ആക്രിക്കടയിലും കൊടുത്ത് കാശ് മേടിക്കും. പക്ഷെ താനൊരു പട്ടാളക്കാരനായതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. എനിവേ, താങ്ക് യു സുബേദാർ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. SP കറിയാച്ചൻ അതിരെ കയറി കളിച്ചവനെ മണിക്കൂർ വെച്ച് ഞാൻ പൊക്കിയിരിക്കും. താങ്ക് യു സർ. SP-ക്ക് അബുനങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്കാരെ പറ്റി സന്തോഷത്തില്ല. കൊണ്ടുപോയി കൊടുത്തത് കൊച്ചു കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊരു റാക്കറ്റിന്റെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന്. അത് തെളിയിച്ച പേര് SP-ക്ക് തന്നെ. ഇത് ആ ലോറി തന്നെ. അതെ, നമുക്ക് വണ്ടി കസ്റ്റഡിയിൽ എടുപ്പിക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട. സാധനം സുരക്ഷിതമായി എത്തിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണോ? അതെ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റ് പറ്റില്ലെന്ന് സാറിന് അറിയാലോ. എടാ, ഇപ്പൊ പറ്റിയില്ലേ? ഇത് മച്ചാങ്കളിയൊന്നുമല്ല. ഒരു പിഴവ് പറ്റിയ പിന്നെ തല കാണില്ല. ചുമ്മാ ഒന്നും അല്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞണ്ണിട്ടല്ലേ. ഇതിപ്പോ ഭാഗ്യം കൊണ്ട് ആ പട്ടാളക്കാരന്റെ കൈ കിട്ടി. അവൻ എന്റെ കൈ കൊണ്ട് തരികയും ചെയ്യും. അവനൊരു മൊണ്ണ. ഇല്ലെങ്കിലോ എന്റെ പാറമാതാവേ, നിന്റെ കൃപ ഇല്ലെങ്കി ഇപ്പൊ അനുഭവിച്ചേനെ. അല്ല, അബൂബക്കർ പോയില്ലായിരുന്നു? പോയില്ല. അതുകൊണ്ട് SP സാറിന്റെ തനിനിറം കാണാൻ പറ്റിയല്ലോ. അതെന്താണോ അങ്ങനെ?
SP കറിയാച്ചന്റെ അതിരെ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക്. ദാ നിൽക്കുന്നു കൺമുമ്പില്. പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്. എന്താ പൊങ്ങുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികകാലം സദ്യ ഉണ്ണുകലന്റെ കറിയാച്ച. ഇത് പറയുന്ന അബൂബക്കറാ, സുബേദാർ അബൂബക്കർ. പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്ന ഒരു പട്ടാളക്കാരനാ ഞാൻ. ഞാനാ പറയുന്നേ. കഴിവറാ മോനെ, നീ പെട്ടിമണിക്ക പട്ടാളമാണെങ്കിലേ ഞാൻ കടത്തി നിൽക്കുന്ന പോലീസാ. പിന്നെ 1.5 ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്തു എരന്ന് വാങ്ങി IPS ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും SP ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാകണമെങ്കിൽ, നട്ടലുള്ള ആണൊരുത്തനാകണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം. ജനിച്ചു നന്നാവണം. അപ്പനപ്പൂപ്പന്മാരെ സുഹൃതം ചെയ്യണം. അയ്യോ, അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയില്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു. ഇതെവിടെന്നാ തനിക്ക് കിട്ടിയത്? സേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? കയ്യകളെ കാണിക്കണോ? സാറേ, സാർ അബു അകത്തുണ്ട്. ഒരു സോഡ വാങ്ങിക്കും. ചെല്ലടാ. നൂർദി സാറ് പറഞ്ഞ SP കേൾക്കുവോ? അത് MLA തന്നെ വരണോ? ഞാൻ പറഞ്ഞ SP മൂത്രം ഒഴിക്കും. എന്നാ വന്നാട്ടെ സാർ. അല്ലല്ല, അത് വേണ്ട. ചിലപ്പോ MLA ഓവർടേക്ക് ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കും. ഹലോ സാർ, ഫോൺ പോക്കറ്റിലെ. ഹലോ. ആര് പറഞ്ഞു? എന്റെ ബീരാനെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇമ്മണി വ്യത്യാസപ്പെട്ട പാർട്ടിയാ. അതിനിട്ട് മാന്താൻ നോക്കരുതേ. നമ്മളെ പാർട്ടീനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി പിന്നെ ഏതാ നാട്ടിലുള്ളത്? ഒന്നെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി, അല്ലെങ്കിൽ മുതലാളി വർഗ പാർട്ടി. നമ്മൾ മുസ്ലിം വർഗത്തിന്റെ പാർട്ടി. എന്താ വ്യത്യാസം? പേടിപ്പിച്ചല്ലോ. ഒന്നും കൂടി MLA വിളിക്കണോ സാർ? 1 മിനിറ്റ്. ഞാനില്ലേ, പിന്നെന്ത് പേടിക്കാൻ? ഒരു പാക്കറ്റ് ബിൽസ് കൂടി വരും. 2 പാൻ പരാഗും മേടിച്ചു. ഈ ചാനൽ എന്ന് പറയുന്ന എന്താ? അമ്പിളി അമ്മാവനാ? പോവാൻ പറയടോ. ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ. പുറത്ത് ഭയങ്കര പട്ടിശരിക്കും, അകത്താവുമ്പോ ആ പ്രശ്നം. അബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. സാറിന് കുടിക്കാൻ തീരും. ഒന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി എന്റെ മണ്ഡലത്തിൽ നടക്കില്ല. ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി. എങ്കിൽ താനിവിടെ പുറത്തു വെക്ക്, ഞാനൊന്ന് SP കണ്ടിട്ട് വരാം. കുടിക്കാൻ സോഡ എടുക്കട്ടെ? നമസ്കാരമുണ്ട്. എടോ, അബൂനെങ്കിൽ കൊണ്ടുവാ. ഈ അബൂബക്കറെയും അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ?
അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് MLA അറിയാവോ? വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയവനെ ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം? ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. ആ തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. അപ്പുക്ക ഇന്ന് പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവാ അല്ലേ നേതാവേ? അവന്റെ അമ്മയുടെ ഒരു രാജ്യസ്നേഹം, ഒരു സുബൈദാർ അബൂബക്കർ. അതിന്റെ മോനെ വിടില്ല ഞാൻ. വിടില്ല നിന്നെ, വിടില്ല. ആ, വെള്ളം കുടിക്ക്. ഓമൂട്ടിനെ എനക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ മറക്കരുത്. അന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു നായിന്റെ മക്കളെ മറക്കരുതയ്യേ. ഈ നാടിനെ ചുട്ടുകരിക്കുന്ന ഹിമാറുകളുടെ തായ്പേരറക്കാനാ എന്റെ മോന് പടച്ചോൻ പിന്നെ തൂക്കിട്ടത്. ഞമ്മൾ തൂക്കൂല, തോക്കരുത്. എന്റെ മോൻ വിഷമിക്കരുത്. വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും.